ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ ഡേ റൊട്ടീനാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ, റെസിപ്പീസ്, വിശേഷങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിയുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത്, ഞാൻ എടുത്ത് പറയുന്ന വീഡിയോയിൽ ഞാൻ എപ്പോഴും ഇതിങ്ങനെ പറയാനുണ്ട്. പറയുന്നത് എനിക്ക് നല്ല ബോറാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്കിൻ്റെ കാര്യം മറക്കണ്ട. വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം അത് എന്താണെങ്കിലും അത് കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഒന്ന് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ദൂരം. മഴ ആയതുകൊണ്ട് അങ്ങനെ നല്ല മഴയാകുമ്പോൾ അങ്ങനെ പോകലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ റഫീക്ക അപ്പോഴത്തേക്കും രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എഗ്ഗൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ആ ഒരു ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ, ഒന്ന് ഉഷാറാവട്ടെ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈമാണ് കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് എന്തായാലും ഒന്ന് ചിലവഴിക്കും. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുളിയും കൂടെ തീർക്കുന്നതുകൊണ്ട് നടക്കാൻ പോയിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ തീർക്കുമ്പോൾ കുറച്ചൊരു സമയം വൈകും. അപ്പോൾ പിന്നെ വേഗം വേറെയുള്ള പരിപാടിക്കൊന്നും നിൽക്കാതെ വേഗം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കാരണം റഫീഖക്ക് പോകാനാവും, അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമല്ലോ. പിന്നെ ആണുങ്ങളുടെ വീട്ടിൽ അവരെ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നിൽക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു പാസ്തയ്ക്ക് പ്രത്യേകത ഉണ്ട്. ഞാനിത് നമ്മൾ ആമസോണിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിവിടെ സാധാ പാസ്ത പറ്റൂല കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലാണ്, വീറ്റാണ് ഇത് വരുന്നത്. 100% വീറ്റാണ് കേട്ടോ, മൈദയല്ല. മൈദേൻ്റെ പാസ്ത നമുക്ക് രണ്ടാക്കും ഛർദി വരും കേട്ടോ കഴിച്ചാൽ. അപ്പോൾ ഇത് കുറേ ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇത് ശരിക്കുമല്ലേ നമുക്ക് ഹെൽത്തി സ്നാക്സ് ആയിട്ട്, അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെയൊക്കെ വേവിച്ചിട്ട് സാലഡിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നമുക്കിത് ഫുഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. 0 കൊളസ്ട്രോൾ ആണ് കേട്ടോ, ഫാറ്റ് ഫ്രീ ആണ്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. 100% വെജിറ്റബിളും ആണ്. പിന്നെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കണ്ടോ, നല്ല കറക്റ്റ് ആ ഒരു നീളമുള്ള, എനിക്ക് ഈ ഒരു ഷേപ്പ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ആക്കലാണ് കേട്ടോ. പതിവ് സാധാരണ നമുക്ക് കിട്ടുന്നത് മൈദേൻ്റെ, എനിക്ക് അത്ര അതിഷ്ടമല്ല. ഞങ്ങൾക്ക് രണ്ടാക്കും അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് എപ്പോഴും ഓർഡർ ആക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയോ. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പാസ്ത വേവിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് അത് തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് ഒലിവ് ഓയിൽ കേട്ടോ. ഇതും ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ലിറ്ററിൻ്റെ ഒലിവ് ഓയിലാണ് കേട്ടോ. നമുക്കിതില്ലേ സാധാ ഓയിലാകുമ്പോൾ, സാധാ ഒലിവ് ഓയിൽ ഇപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒലിവ് ഓയിലൊക്കെ ഉണ്ട്, അതിന് ചെറിയൊരു എന്താ പറയുക ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നമ്മൾ സാലഡിലൊക്കെ ആഡാക്കുന്ന സമയത്ത്. ഈ ഒലിവ് ഓയിലിന് അതില്ല കേട്ടോ. ഇതിന് ഒരു കടുത്ത ഫ്ലേവറില്ല, ലൈറ്റായിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ വരുന്നത്. നാച്ചുറൽ ഓയിലാണ്. പിന്നെ ഫുഡിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു ലൈറ്റ് ഓയിലായതുകൊണ്ട് ഫുഡിന് സാലഡിനൊന്നും ടേസ്റ്റ്, നമുക്ക് എല്ലാ ഫ്രൈ ഐറ്റംസ് ഒക്കെ എല്ലാത്തിനും കറികൾക്കും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. എല്ലാ ടൈപ്പിനും നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളെ എന്ത് സ്വീറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും, പൊറോട്ട, പൂരി, ഇപ്പോൾ ഗുലാബ് ജാമുൻ അങ്ങനത്തെ സ്വീറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിൻ്റെ ഫ്ലേവർ വരില്ല, അതാണ് കാര്യം. ഇനിയിപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാം. പാസ്ത ഞാനൊരു നോർമൽ പാസ്ത അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇവിടെ കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വേണം. ആ റോ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച്
ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെക്കുക. അടച്ച് വെച്ചിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് ബട്ടർ, വേണമെങ്കിൽ ഒലിവ് ഓയിൽ, ഫുള്ളായിട്ട് ഒലിവ് ഓയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷേ എനിക്ക് ആ ഒരു എന്താ പറയുക, വൈറ്റ് സോസ് പാസ്ത രാവിലെ എന്നല്ല എപ്പോഴായാലും കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇഷ്ടം തോന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മളെ പാസ്ത റെഡി ആയിട്ടോ. പാസ്ത ഞാൻ ഊറ്റിയോടെ വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കനിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ലൂസാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇതിപ്പോൾ ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഒറിഗാനോ ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില്ലി ഫ്ലേക്സ്, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, പക്ഷേ ആ ഒരു പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നതിനേക്കാളും നമുക്കിവിടെ ഇഷ്ടം ചെറിയൊരു സ്പൈസിനെസ് എവിടെയെങ്കിലൊക്കെ ഉള്ളതാണ് കേട്ടോ, ഒരുപാടല്ല. അതൊന്ന് ജസ്റ്റ് മിക്സാക്കി ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ പാസ്ത കുക്ക് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്, ചീസ് കൂടുന്തോറും ടേസ്റ്റ് കൂടും. ആ ഒരു ക്രീമി ടെക്സ്ചറും നമുക്ക് കിട്ടും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമിന് പകരം നമ്മൾ മൈദ ചേർത്തിട്ടുള്ള പാലും ചേർത്തുള്ള വൈറ്റ് സോസ് ഇല്ലേ, അതാക്കാം. എനിക്കത് വയറിന് ഞങ്ങൾക്ക് രണ്ടാക്കും പറ്റൂല കേട്ടോ, അതും ആ മൈദയും പാസ്തയും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചുകൂടെ ഹെൽത്തിയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു നോക്ക്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വെറും പാൽ മതി, ചീസും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ചുകൂടി ചീസ് ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തു, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു, കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ ഇത് എരിവ് കൂടുകയൊന്നുമില്ല കേട്ടോ, നമുക്ക് എന്നാലും ഒരു ഫ്ലേവർ ഉണ്ടാവും കഴിക്കുന്ന സമയത്ത്. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീറ്റ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനുള്ള നല്ല ഹെൽത്തി ആയിട്ട് നല്ല സമാധാനത്തോടു കൂടി കഴിക്കുകയും ചെയ്യാം കേട്ടോ. എനിക്ക് രാവിലെ മൈദ വെച്ചിട്ടുള്ള ഐറ്റംസ് അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ കഴിക്കുന്ന സമയത്ത്. വീറ്റായാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്ക് കേട്ടോ, ചെക്ക് ചെയ്ത് നോക്ക്. ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വീറ്റാകുമ്പോൾ നല്ലതല്ലേ, വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. വീറ്റായതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇനിയിപ്പോൾ ഇതാ റഫീഖൊക്കെ പോകാൻ സമയമായിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വേഗം കുക്ക് ചെയ്തത്, ബ്രേക്ക്ഫാസ്റ്റ് വേഗം കുക്കാക്കി എടുത്തത്. നമ്മൾ ഒലിവ് ഓയിൽ പറഞ്ഞില്ലേ, അത് ഒലിവ് ഓയിൽ 1 ലിറ്ററാണ് കേട്ടോ വരുന്നത്. 1 ലിറ്ററിൻ്റെ റേറ്റ് വരുന്നത്, നിങ്ങൾക്കറിയാം ഒലിവ് ഓയിൽ നല്ല റേറ്റുള്ള ഐറ്റാണ്. 1995 രൂപയാണ് 1 ലിറ്ററിന്. പക്ഷേ നമുക്കത് ആമസോണിൽ നിന്ന് കിട്ടുന്നത് 1099 രൂപയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഓഫറാണത്, വേഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ ടൈപ്പ് കുക്കിങ്ങിനും, ഫിഷ് ഫ്രൈ ചെയ്യാനും എല്ലാത്തിനും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഫാറ്റി ആസിഡ് വരുന്നുണ്ട്, അത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻ്റായിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങി നോക്കോട്ടോ, നിങ്ങൾക്കത് മനസ്സിലാവും. ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, സാലഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ, ഞാനൊരു ഹെൽത്തി സാലഡും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിയിട്ട് നോക്കി നോക്ക്, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവുമേ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു തെളിച്ചുള്ള കാലാവസ്ഥയാണ്. രാവിലെ നമ്മൾ എണീക്കുന്നതിന് മുമ്പ് മഴയുണ്ടായിരുന്നു കേട്ടോ, പിന്നെ മഴയൊന്നും പെയ്തിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ടോ അപ്പോൾ നമ്മൾ അപ്പോഴപ്പോഴൊക്കെയാണ് കേട്ടോ മുറ്റടിക്കുക. ഇങ്ങനെ മഴയുള്ളപ്പോൾ എന്തായാലും അടിക്കൽ നിർബന്ധമാണ്. പക്ഷേ ഇങ്ങനെ തുടർന്ന് അടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, ഗ്യാപ്പിൽ നോക്കിയിട്ട് അടിക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ഒരുപോലെ അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റി. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഴ ഒന്ന് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനും മാമിയും ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മുടെ ചീസില്ലേ,
പിസ്സ ചീസ് അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്രഷ് ക്രീമും കുറേ പേര് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് വെക്കൽ, എങ്ങനെയാണ് എടുത്തതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്ന്. ഇപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ, ക്ലീൻ റാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും, വെറുതെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഈ ചീസ് തീരുന്നത് വരെ ഈ ഒരു പീസ് മതി, ആ ഒരു റാപ്പ് മാത്രം മതി കേട്ടോ. അത് എടുത്ത് അത് വീണ്ടും അതുമ്പോൾ തന്നെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ക്രീമില്ലേ അതിൻ്റെ ഓപ്പൺ ആക്കിയ ആ ഭാഗത്തും ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ ചുറ്റി വെച്ച് കൊടുക്കും. ഇങ്ങനെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ ഇരുന്നോളുമല്ലോ, അങ്ങനെ ചെയ്യലുണ്ട്. എന്നിട്ട് ചീസ് ഫ്രീസറിലേക്കും ഫ്രഷ് ക്രീം ഫ്രിഡ്ജിൽ ഡോറിലും വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ ഒരിക്കലും നമ്മൾ ഫ്രഷ് ക്രീം വെക്കരുത്, അതിങ്ങനെ തരിതരിങ്ങനെ വന്നിട്ട് അത് കേടായി പോവുകയാണ് ചെയ്യുക. നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുമ്പേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് അകത്ത് തന്നെ സ്റ്റോർ ചെയ്താൽ മതി. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഡോറിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ. കുറേ നാൾ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെക്കരുത് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരും, ഫംഗസ് വരും, കേടുവരുവേ. അപ്പോൾ നമ്മൾ മുന്നത്തെ നിശ്ചയം ഷാനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ പാസ്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടോ, നല്ല ഇഷ്ടമാവും. പിന്നെ കുട്ടികൾക്കാണ് ഈ പാസ്ത ഭയങ്കര ഇൻട്രസ്റ്റ്, പിന്നെ നമുക്ക് കൂടെ ഇഷ്ടമാവുന്ന രീതിയിലാട്ടെ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ കുറച്ച് മസാലകളൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടോ, നിങ്ങൾക്ക് ഒന്നുകൂടെ ഇഷ്ടമില്ലാത്തവർക്കും കൂടെ ഒന്നുകൂടി ഇഷ്ടമാവുമേ. ഇനിയിപ്പോൾ അകൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം, കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ഇന്ന് തുടക്കാനൊന്നുമില്ല, ഇന്നലെ മൊത്തം ഞാൻ തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇന്നലെ റഫീക്ക ഓഫീസിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങാൻ പോകുമ്പോഴാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു, കാര്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് പിന്നെ വേസ്റ്റ് ആവില്ല, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് വെറുതെ വേസ്റ്റ് ആവില്ല എന്ന് വിചാരിച്ചു ബിരിയാണി കണ്ടപ്പോൾ പിന്നെ വേണ്ട, എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇന്നലെ ബിരിയാണി ഇന്നല്ല കേട്ടോ, ഇന്നലെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ റെസ്റ്റ് എടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഫുഡിൻ്റെ കിച്ചണിൽ പിന്നെ പണിയൊന്നുമില്ലല്ലോ, മേലെയും താഴെയും ഒക്കെ നല്ല റിലാക്സ് ചെയ്ത് തുടച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ദിവസം പിറ്റേ ദിവസം കുറച്ച് റെസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്രീ ആയിട്ടുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ടേബിൾ അങ്ങനത്തെ ഒക്കെ ഒന്ന് തുടച്ച് അങ്ങനത്തെ പണികളേ ഉള്ളൂ കേട്ടോ. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ തുണികൾ ഉണങ്ങിക്കിട്ടാൻ നല്ല പണിയാണ് കേട്ടോ. നമ്മൾ വയനാടുകാർക്ക് എത്ര ഉണങ്ങിയാലും ഒരു നനവുണ്ടാവും എങ്ങനെയായാലും ക്ലോത്തിൽ. അപ്പോൾ അത് ഞാൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, പുറത്ത് നമ്മളെ വർക്ക് ഏരിയല്ലേ മേലെ ഷീറ്റിട്ട ഭാഗമല്ലേ ആറിയിടുന്നേ, അവിടെ നമ്മൾ ആറിയിടും. 1-2 ദിവസം നമ്മൾ അവിടെ ഇടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു ബെഡ്റൂമിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യുക, കട്ടിലിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ അവിടേക്ക് ഇങ്ങനെ ആ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഉണങ്ങാൻ വേണ്ടിയിട്ടല്ല, ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് വാതിലടച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആ ഒരു ഈർപ്പത്തിൻ്റെ ഫീൽ ഉണ്ടാവില്ല. എന്നിട്ട് ഒരു ദിവസം അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇന്ന് മടക്കി വെക്കാൻ കുറച്ച് അധികം ഉണ്ട്. ഉണങ്ങി നമുക്ക് അപ്പം മടക്കി വെക്കാൻ പറ്റില്ലല്ലോ, ഒന്നിങ്ങനെ ഉണങ്ങി വന്നതിന് ശേഷമല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഷീറ്റിൻ്റെ അടിയിൽ കുറച്ചൊരു വെയിൽ ഒരു 10 മിനിറ്റ് അറച്ചാൽ തന്നെ അല്ലേ ആ ഒരു നനവിൻ്റെ സംഭവം ഉണ്ടാവില്ല, ഷീറ്റായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വേഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് വേഗം എടുത്ത് വെക്കും കേട്ടോ, അടുത്ത മഴ വരുന്നതിന് മുമ്പ് വേഗം എടുത്ത് വെക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ കല്ലിൽ അലക്കുന്നത് പുറത്ത് അയലിൽ മഴ കൊള്ളാത്തടത്ത് ആറിയിടും. എന്നിട്ട് പിറ്റേ ദിവസം വെള്ളമൊക്കെ പോയതിന് ശേഷം മേലെ കൊണ്ടുപോയിടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴയത്ത് തുണികളൊക്കെ എന്താ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നമ്മളൊരു കൺട്രോളിലായിരിക്കണം, നമ്മളതിങ്ങനെ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകണം. എന്നാലാണ് ഒരു ദിവസം മടിച്ച് എടുത്ത് വെക്കാണ്ടിരുന്ന് അങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് അലക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാവും. പിന്നെ ആറിടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിടാൻ പറ്റാണ്ടും അങ്ങനെ ആവും. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു സർക്കിളായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഈസിയാണ് കേട്ടോ, ഒന്നും പെൻഡിങ് ഇല്ലാതെ അങ്ങനെ പോയിക്കോളും. ഇതിപ്പോൾ അല്ലേ ഞാൻ കുറച്ച് ആര്യവേപ്പിലല്ലേ അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ലതല്ലേ നമ്മൾ സ്കിന്നിലൊക്കെ ഒരു പാക്കാക്കി ഇടാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ വേഗം കൈകൊണ്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, പക്ഷേ കുറച്ച് മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വടിയൊക്കെ തപ്പിപ്പിടിച്ചിട്ട് കുറച്ച് ആവശ്യത്തിനുള്ളതൊന്ന് പറിച്ചെടുക്കട്ടെ.
ഇത് പണ്ടാകുമ്പോൾ അധിക ദിവസം ഇടുമായിരുന്നു കേട്ടോ, ഫേസിലിങ്ങനെ അരച്ചിട്ട് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ടൈമില്ല. അപ്പോൾ ഉള്ള ടൈമിൽ ഇതൊന്നും അരച്ചുണ്ടാക്കാനുള്ളൊരു സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആക്കിയിട്ട് ഒരു പാക്ക് ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അത് വേഗം എടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ അപ്പുറത്തെ റോട്ടിലൊക്കെ പോയി എങ്ങനെയൊക്കെയോ പറിച്ച് കുറച്ചെടുത്തു. പ്രഫിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറിച്ച് വെക്കല കേട്ടോ, അങ്ങനത്തതൊക്കെ. അപ്പോൾ മറന്നുപോയി, അതാണ്. അപ്പോൾ ഇനി അത് ജാറിലേക്ക് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ പറിച്ച് അരച്ച് ഉണ്ടാക്കലൊക്കെ, അപ്പോൾ ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഒരു മടിയായിരിക്കും. നമുക്കാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ ഇങ്ങനെ ചെയ്ത് വെച്ചാലേ അവരും ഇട്ടോളും. നമുക്കാണെങ്കിലും മടിയില്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കുക്കിങ്ങിലേക്ക് ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയെന്ന് പറയുമ്പോൾ ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലഞ്ച് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ ഇപ്പോൾ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് അലക്കാനുണ്ടെങ്കിൽ അലക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതൊന്നൊരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അലക്കി കഴിയുമ്പോഴത്തേക്കും അത് റെഡി ആയിട്ടുണ്ടാവും, സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ കുളി അങ്ങ് കഴിഞ്ഞ് കയറിയാൽ അത് പരിപാടി കഴിയുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. റെഡിയാക്കി വെച്ചാൽ നമുക്ക് നല്ല ഈസി അല്ലേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് പുളിയില്ലാത്ത കട്ട തൈരാട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഞാനിപ്പോൾ പുളി ഇല്ലാത്തത് കൊണ്ട് ഒരു ലെമൺ ഫുള്ളായിട്ട് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈര് എടുത്തോട്ടോ, അതാണ് നല്ലത്. പിന്നെ തൈര് പറ്റാത്തവർ തക്കാളി ജ്യൂസ് ആക്കിയിട്ട് അതെടുക്കുക, നല്ല പഴുപ്പാക്കിയിട്ട് അതെടുത്തോ, അല്ലെങ്കിൽ പാലെടുത്തോ കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ഫേസിന് പറ്റുന്നത് അതിനനുസരിച്ച് മാറ്റി എടുത്തോ. പാലെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള സാധാ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ നിങ്ങളെ ഫേസിന് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ പൊടിയാണേ. അപ്പോൾ ഇതാ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ അരിവേപ്പിൽ അരച്ചതും കൂടെ ചേർത്തിട്ട് മുഴുവൻ ഞാൻ അരച്ചത് ഒഴിച്ചിട്ടുണ്ടേ, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതില്ലേ നമുക്ക് ഒരു ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ക്രബ് കൊടുക്കുക. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു സ്ക്രബ്, കുറച്ച് തൈരിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ കുറച്ച് കാപ്പിപ്പൊടിയോ ഇട്ടിട്ട് ഒന്ന് ആവി കൊണ്ടതിന് ശേഷം ഈ ഒരു കാപ്പിപ്പൊടി പഞ്ചസാര അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് സ്ക്രബ്, 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. കടലമാവ് ഡ്രൈ ആയി പോകുന്നില്ല കേട്ടോ, നമ്മൾ തൈരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫേസ് ഡ്രൈ ആവുന്നില്ല. കടലമാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയിട്ട് കിട്ടും. ആ ഒരു സമയത്ത് അത് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫേസ് ഡ്രൈ ആവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും അത് വാഷ് ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ ഇതാ സമയമില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു ഈസി പീസി ചിക്കൻ കറി ഉണ്ടാക്കുകയാണേ. അപ്പോൾ അതിലേക്ക് 2 വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി ഇട്ടു, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒരു 1/2 കിലോ ചിക്കനൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇതും ഒരു എന്താ പറയുക, നമ്മളെ നെയ്ച്ചോറിലേക്ക്, പത്തിരിയിലേക്ക്, പൊറോട്ടയിലേക്ക്, ചപ്പാത്തിയിലേക്ക് ഒക്കെ കോമ്പിനേഷനായിട്ട് വരുന്ന നല്ലൊരു ഗ്രേവിയാണ് കേട്ടോ. എന്നാൽ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഗരം മസാല, കയ്യിലുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയേ. ആ ഒരു ഫ്ലേവർ കിട്ടിക്കോളും. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ഞാൻ 1-2 ആഡ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ബാക്കി 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു, പിന്നെ ഒരു 2 പിഞ്ചൊക്കെ ഉലുവ ചേർത്ത് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര ആയിട്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3 അല്ലെങ്കിൽ 4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നേ ഇല്ല. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ മല്ലിയില്ലേ വറുത്തത്, അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കടയിൽ നിന്ന് വാങ്ങിയ മല്ലിപ്പൊടിയൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്തിട്ടൊന്ന്
ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ചെയ്താൽ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഇത് കിട്ടുക. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. നിങ്ങളെ ഫ്ലെയിമെല്ലാം കുറവാണെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനനുസരിച്ച് ചെയ്തെടുക്കുക. ചിക്കൻ വേവുകയും ചെയ്യും, എന്നിട്ട് നമ്മളൊരു 5-6 മിനിറ്റ് നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. കുറേ ഉണ്ടെങ്കിൽ 1 വിസിലടിച്ചാൽ മതിയാവും കേട്ടോ. ചിക്കൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വിസിലിൻ്റെ എണ്ണക്ക് കുറക്കണം. 1 കിലോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ, ക്വാണ്ടിറ്റി കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് ഒരു മോര് കൂടെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് ബോക്സിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കും കേട്ടോ. ചുവന്നുള്ളി തൊലി കളഞ്ഞിട്ട് നമ്മൾ ചുവന്നുള്ളിയൊക്കെ ശരിക്കും ഒരു നനവുണ്ടെങ്കിലൊക്കെ എന്താ പറയുക നന്നായി പെട്ടെന്ന് കെട്ടുപോകില്ലേ, കേട് വന്നു പോകില്ലേ. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ 1 കിലോ ഒക്കെ വാങ്ങിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാനിങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് മടിയില്ലാതെ വേഗം ചുവന്നുള്ളിയൊക്കെ നന്നാക്കാൻ ഭയങ്കര മടിയല്ലേ അപ്പം എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ റെഡിയാണെങ്കിൽ നമ്മൾ കറികളൊക്കെ പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഇതാ വെളിച്ചെണ്ണ വെച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു എളുപ്പത്തിലുള്ള മോര് കറിയാണ് കേട്ടോ. തൈരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ലൂസാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ, ചെറിയ ജീരകം കൂട്ടിയിട്ട് അരച്ചിട്ട് ഒഴിക്കാം കേട്ടോ. നമുക്കിപ്പോൾ അത്ര ക്വാണ്ടിറ്റി വേണ്ട, കുറച്ച് മതിയല്ല, ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ ഞാനും. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുറവ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ കടുക് പൊട്ടിക്കുമ്പോൾ ഒരു 2 പിഞ്ച് ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഫ്ലെയിം ഓഫ് ആക്കുക, തൈര് ഒഴിച്ച് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട, നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളെ മോര് കറി റെഡി ആയിട്ടുണ്ടേ. ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് ഇങ്ങനെ നാടൻ ലഞ്ച് അടിപൊളിയല്ലേ കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഒരു ഉപ്പേരിയും ഒരു മോര് കാച്ചിയതും ഒരു പപ്പടവും ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ കാണിക്കല്ലേ വടുക, അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇന്നിപ്പോൾ ചിക്കൻ ഉണ്ട്, അതുകൊണ്ട് ചിക്കൻ എടുത്തു എന്നേ ഉള്ളൂ. എന്നൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 വിസിലടുപ്പിച്ചെടുത്ത ചിക്കൻ റെഡിയാണ്. ഇതിങ്ങനെ കഴിക്കരുത് കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു സമയം ഞാൻ കുറച്ച് പയറുപ്പേരിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഫ്ലെയിം ഓഫ് ആക്കി കുക്കായിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മളെ കസ്റ്റേർഡ് ആൻഡ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഉപ്പേരിയും റെഡിയാണ് കേട്ടോ. ഉപ്പേരിയിലൊന്നുമില്ല, കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു, കടുക് പൊട്ടിച്ചു, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയെടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇതിലേക്ക് ഞാൻ അധികം കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5-6 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കില്ലേ നല്ലൊരു അടിപൊളി ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. ആ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ വഴറ്റി നമ്മൾ ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഗ്രേവി നമുക്ക് കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ഭയങ്കര ഈസിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ലഞ്ചിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഉള്ളി തക്കാളി വഴറ്റി, ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി, മസാലപ്പൊടി വഴറ്റി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചട്ടിയിലേക്കിട്ട് വറവിട്ട് സംഭവം റെഡി. അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനിനി ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റ്. ഇത് കണ്ട ഒരു 5-6 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കിട്ടു കോമ്പിനേഷനാണേ. ഇത് നമ്മളെ ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കിയിടാം കേട്ടോ.
ഇനിയിപ്പോൾ ഇന്ന് വേറെ പണികളൊന്നുമില്ല. ഞാൻ ഫേസിലുള്ള ഒരു പാക്ക് റെഡിയായി വന്നപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ക്രീമൊക്കെ തേച്ച് കൊടുത്തു. അപ്പോൾ രാവിലെ കുളിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് രാവിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ രാവിലെ കുളിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് സാധാരണ. പക്ഷെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നടക്കില്ല. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാനൊക്കെ കുറച്ച് അധികം സമയം വേണം. ഓരോരോ കാര്യങ്ങളും നമ്മൾ വെറുതെ അങ്ങ് ചെയ്ത് പോയാൽ പോരല്ല. ക്യാമറ ഒരു ആംഗിളിൽ വെച്ച് അത് ശരിയാണോ നോക്കി അത് റെഡിയാക്കി മാറ്റി എടുക്കണ്ടേ. അപ്പോൾ നല്ല ടൈം പിടിക്കും. നമുക്ക് അതിന്മേലും കൂടെ നമുക്ക് കളിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു എനിക്കിഷ്ടം അതാണ്. കുളിക്കുന്ന കൂടെ തന്നെ ആ കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് കുളിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ അതിന് ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, രാത്രിയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പാക്കറ്റ് ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ. പണ്ടൊക്കെ എപ്പോഴും ചെയ്യുമായിരുന്നു. ഇപ്പോൾ സമയം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. എന്നാലും സമയം കണ്ടെത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ. നമുക്കങ്ങനെ ഭയങ്കര കളർ വെച്ച് പാറാനൊന്നും അല്ല കേട്ടോ. ഫേസൊക്കെ നല്ല ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇല്ലാതെ കുറച്ചുകൂടെ ഒരു ഗ്ലോ ആയിട്ട്, കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നല്ല രസം അതിങ്ങനെ കാണാൻ, ഇങ്ങനെ സ്മൂത്തായിട്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടുള്ള ഒരു സമയം കൊടുത്താൽ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് കൂടെ നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഒന്ന് വെറുതെ ഇരുന്നു. പിന്നെ കുറച്ച് കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ലോറ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതില്ലേ ഞാൻ റമദാനിൽ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു മുളകില്ലേ, പച്ചമുളക് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ അത്. വെറും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. റഫീക്ക ചോറുണ്ണാൻ വന്നാലില്ലേ ഒരു വേറെ തന്നെ രസമാട്ടോ. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് സ്റ്റേഷനിൽ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വരില്ല, അധികവും വരില്ല. വെള്ളിയാഴ്ച മാത്രമേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാ കഴിക്കുന്നതിൻ്റെ ഡബിൾ കഴിച്ചു പോകും. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ടും പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമല്ലേ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടും. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊന്നും വേണമെന്നില്ല. പക്ഷെ ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. 1-2 ഐറ്റം ആണെങ്കിലും അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ വെറൈറ്റി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് കൂടെ ഇരുന്ന് ചോറുണ്ണുമ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രേവി മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പമല്ലേ. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല, അവിടെയൊക്കെ ഒന്ന് കിച്ചൺ ക്ലീനിങ് ഒന്നുമില്ല. നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം ഇപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം എനിക്കൊരു വീഡിയോ നാളത്തേക്കുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ, അടുത്ത ദിവസത്തേക്കുള്ള. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കലാണ്. ഈ ഒരു ഇരുത്തം കുറച്ച് സമയം മണിക്കൂറുകളങ്ങ് പോകും കേട്ടോ. ഒരു 3-4 മണിക്കൂർ പോകുന്നത് അറിയേയില്ല. അപ്പോൾ അത്രയും ചിലപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉറക്കം വന്ന് ഉറങ്ങാറുണ്ട്. ചിലപ്പം ഒരു എന്നോടനുള്ളൊരു വാശി എന്ന പോലെ ഇരുന്നിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ റഫീഖാനെ വിളിച്ചുകൊണ്ട് സെറ്റാക്കും. വൈകുന്നേരം എവിടെയെങ്കിലും പോകാൻ അല്ലെങ്കിൽ രാത്രി ടൗണിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇരുത്തം അങ്ങനെ ഇരുന്നോളും. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോൾ ഇതാ സമയം 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ എടുത്തത്. എന്തായാലും കുഴപ്പമില്ല, അന്നത്തെ വീഡിയോ അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ സെറ്റായി തംബ്നെയിലടക്കം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനമുണ്ട്. അപ്പോൾ അത്രയും മണിക്കൂർ നമ്മൾ പോകുന്നതേ അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ടയർഡാട്ടോ, ചെയ്ത് കഴിഞ്ഞ് എണീക്കുമ്പോൾ നല്ല ടയർഡാണ്, ഉറക്കം വരെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച നഗറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനുള്ളൊരു മൂടൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. ഇത് ഒരു ദിവസം റഫീഖ വലിയ പ്രോൺസ് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഈ ഒരു ബോക്സ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം തീരാൻ ഇനിയിപ്പോൾ ഒരു ട്രിപ്പും കൂടെ ഫ്രൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് ഫ്രൈ ആയിട്ട് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ഗോൾഡൻ കളറാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
ഇത് ഞാൻ നഗറ്റ്സ്, ചിക്കൻ നഗറ്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്, ഒരു വ്യത്യാസമില്ല. സെയിം ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുറച്ചധികം പ്രോൺസ് വേണം, അത്രയേ ഉള്ളൂ. കറക്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 ഭാഗവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ നമ്മൾ വൈകുന്നേരം അധിക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. റഫീക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനിത് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ വൈകുന്നേരം അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കലൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട് എടുത്ത് കഴിക്കും, ഒരു മാങ്ങയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. നമുക്കായിട്ടൊന്നും അങ്ങനെ സ്നാക്സും കാര്യങ്ങളൊന്നും നമ്മളൊറ്റക്കാവുമ്പോൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതാ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രോൺസ് നഗറ്റ്സിലേക്ക് സോസ് എടുക്കരുത് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സോസിൻ്റെ ടേസ്റ്റിലേക്ക് മാറും കേട്ടോ. നമ്മൾ ശരിക്കും നഗറ്റ്സ് മാത്രം എടുത്ത് കഴിക്കണം, അപ്പോഴാണ് ആ ചെമ്മീൻ്റെ നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ നമുക്കത് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടുക. ഞാൻ കഴിക്കലില്ല കേട്ടോ, ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഇതാ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഞാനും വാവയും കൂടെ ചായ കുടിക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തെങ്കിലും രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മഗ്‌രിബ് നമസ്കാരം, ഇശാ നമസ്കാരം കാര്യങ്ങളൊക്കെ. പിന്നെ റഫീക്ക വരും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. ഇന്നിപ്പം ഉച്ചയ്ക്ക് അത്യാവശ്യം ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്, വൈകുന്നേരം സ്നാക്സൊക്കെ കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രിയിലേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും ഞാൻ കഴിക്കില്ല. റഫീഖാക്കും വാവക്കും ചപ്പാത്തിയാണ്, കറി ഉണ്ട്, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിന്ന് റഫീഖയും കുറച്ച് കഴിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടാക്കട്ടെ, ഒരു ഹെൽത്തി സാലഡ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കുംബർ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് വെജിറ്റബിൾസ് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ സാലഡിലേക്ക്. ഞാനിപ്പോൾ ഒരു കുക്കുംബർ എടുത്തു, അതുപോലെ തന്നെ ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. സ്വീറ്റ് കോൺ എടുക്കാം, എൻ്റെ അടുത്ത് സ്വീറ്റ് കോൺ ഉണ്ട്, അതും കൂടെ കുറച്ച് എടുക്കണം. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിശക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല, ഞാനത് കഴിച്ചതുകൊണ്ട്. പിന്നെ രാവിലെ ആവണ്ടേ, അതുകൊണ്ട് ഇപ്പം ഞാനൊരു 6:30 ആകുമ്പോഴത്തേക്കും ഞാനിത് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വയറ് ഫില്ലാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത് അങ്ങനത്തതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വയറ് നന്നായിട്ട് ഫില്ലാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വിശപ്പിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ കുക്കുംബർ കട്ട് ചെയ്തു, അതുപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്തു, ക്യാരറ്റ് കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സാലഡ് ലീഫുകളില്ലേ, അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് നാളായി നെസ്റ്റോലൊക്കെ ഒന്ന് പോയിട്ട്. പിന്നെ ഇപ്പോൾ ഒരു ദിവസം പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ ഞാൻ തന്നെ പോകണം കേട്ടോ. റഫീഖാൻ്റെ കൂടെ ഞാനും വേണം, എന്നാലാണ് അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്, ഒരു ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ബട്ടർ ഫ്രൂട്ടും കൂടെ ഞാനൊന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു സാലഡ്. പിന്നെ ഇതിൽ നമുക്ക് സ്പെഷ്യൽ നമ്മുടെ ഒലീവ് ഓയിലില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾ സാലഡ് ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് പെപ്പർ പൗഡർ, ഒരു പേരിന് കേട്ടോ, നമുക്ക് എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ. ഞാനൊരു പേരിന് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമ്മളെ മെയിൻ താരം നമ്മളെ ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ സാലഡിന് ഇപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് കൊളസ്ട്രോളൊന്നും വരില്ല, ആ ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും 1 ടീസ്പൂണോ 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റും ഭയങ്കര കുറവാണ് കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ഇടാൻ മറന്നുപോയത്. അപ്പോൾ അതും കൂടെ ഒരു പിടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഈ കോണില്ലേ, സ്വീറ്റ് കോണൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അത് വേവിച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. റാപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വാങ്ങാം. അല്ലാതെ നമുക്ക് സ്വീറ്റ് കോൺ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ലാതെ തന്നെ നമ്മൾ അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ. ഈ ഒരു കോണ് സാധാ ഈ ചോളം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, അത് നല്ല ഇളയ കോണ് നോക്കിയിട്ട് വാങ്ങിയാൽ മതിയേ. സാലഡിലൊക്കെ യൂസ് ചെയ്യാൻ അത് ബെസ്റ്റാണ്.
അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാട്ടോ, നല്ല ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത്രയും ഐറ്റംസ് മതി, പക്ഷേ അടിപൊളി ടേസ്റ്റാട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ ഇതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 6:45 ആയിട്ടുണ്ട്, ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ കഴിക്കട്ടെ. എന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തെന്നെയായാലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, മാരി നമസ്കാരം, വിശ്വാ നമസ്കാരം, ഓതലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം ഉണ്ടാവും. അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.